നമസ്കാരം. മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ നമ്മളുടെ മാർക്കറ്റ് എല്ലാവരും പ്രതീക്ഷിച്ച രീതി തന്നെയാണ് തുടർച്ചയായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 23,300 എന്ന റേഞ്ചിലേക്ക് വരുമ്പോൾ പലപ്പോഴും മാർക്കറ്റിനെ സെല്ല് ചെയ്ത് താഴേക്ക് ഇടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. എങ്ങനെ വന്നാലും 24, 300, 350 എന്ന ആ ഒരു റേഞ്ച് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിലവിൽ മാർക്കറ്റിന് മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഏറെക്കുറെ ഈ ഒരു റേഞ്ച് ശരിക്കും ഒരു കൺസോൾട്ടേഷൻ രീതിയിലോട്ട് പോകുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കൺസോൾട്ടേഷൻ രീതി എന്നാൽ നേരത്തെ നമ്മളുടെ പ്രീ മാർക്കറ്റിൽ സംസാരിച്ചതാണ്. മാർക്കറ്റ് ഏതൊരു റേഞ്ചിലേക്ക് പോകുവാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന്, അല്ലേ? അതായത് നമ്മൾ നേരത്തെ ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അതായത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പക്ഷേ മാർക്കറ്റ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് കയറി പോവുകയാണോ, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണോ, ഇനി അതല്ല മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി ഒരു റേഞ്ചിൽ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുമെന്ന് നമ്മൾ സംസാരിച്ചിരുന്നു, അല്ലേ? പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലേക്ക് വന്നു നിന്ന ശേഷം കൺസോൾട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് മാർക്കറ്റിൽ ഇവിടെ നിലവിൽ കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഇന്നലെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. RBI അവരുടെ റിപ്പോ നിരക്ക് 6.5 എന്ന അവസ്ഥയെ തന്നെ നിലനിർത്തുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ അവിടെ ഒരു വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ശക്തമായിട്ട് മുകളിലേക്ക് നീങ്ങിയേനെ. ഇനി അതല്ല ഒരു റേറ്റ് ഹൈപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ശക്തമായ ഒരു ക്രാഷ് ഉണ്ടാകാനുള്ള സാധ്യതയായിരുന്നു. പക്ഷേ നോർമലായിട്ട് തന്നെ നിലനിർത്തുന്ന അവസ്ഥയിലേക്ക് വരികയും US മാർക്കറ്റിൻ്റെ കണ്ടീഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഇൻഫ്ലേഷനെ കുറിച്ചുള്ളൊരു ഭയം ആളുകളിലേക്ക് വന്നു കൂടിയിരുന്നു. പക്ഷേ അതിലും ഏറെക്കുറെ ഒരു മാറ്റം വന്നു തുടങ്ങുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. പക്ഷെ നമ്മളെല്ലാം ഭയപ്പെടുത്തിയത് എവിടെയായിരുന്നു? അതായത് ഇറാൻ ഇസ്രായേൽ വാറുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ അതും ഒരു അല്പം തണുത്തു തുടങ്ങുന്നതായിട്ട് ഒരു തോന്നൽ വന്നിരിക്കുന്നു. ഇത് മാത്രമല്ല, ജപ്പാന്റെ പലിശ നിരക്ക് കൂട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ക്രാഷ് അവിടെ കാണുവാൻ സാധിച്ചു, അല്ലേ? പക്ഷേ ജപ്പാൻ അവിടെ നിന്നും തിരിച്ചു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ മാർക്കറ്റ് ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലാണ് നിലനിൽക്കുന്നതെന്ന് കാണുവാൻ സാധിക്കുന്നു. ഈ ഒരു റേഞ്ച് എന്നത് വളരെ പ്രധാനപ്പെട്ട റേഞ്ച്. അതായത് നമ്മളുടെ ഈ ഒരു ചാനൽ എന്നത് നമ്മൾ നേരത്തെ കറക്റ്റായിട്ട് വരച്ചിവിടെ വെച്ചിരുന്നതാണ്, അല്ലേ? ഈ ചാനലിന്റെ ഒരു ടോപ്പിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച്, അതായത് 24,600 എന്നൊരു ഈ ഒരു ഏരിയ എന്നത് വളരെ പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് വരുന്നു. നേരെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ 23,800 നമുക്ക് സപ്പോർട്ടായിട്ട് എടുക്കാമെങ്കിലും ഞാൻ പറയുന്നത് 23,600 എന്ന റേഞ്ച് ഒരു പ്രധാനപ്പെട്ട റേഞ്ചായിട്ട് മാറുന്നുണ്ട്. 600 എന്ന റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇനി അതല്ല, ഈ ഒരു റേഞ്ച് 24,600 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻ ഒരു ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലേക്ക് മാറുന്നു എന്ന് പറയാം. ഇപ്പോൾ നിലവിൽ മാർക്കറ്റ് ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷനിലും മാർക്കറ്റ് ഇനി ഈ ഒരു റേഞ്ച് 23,600 ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്ന ട്രെൻഡ് റിവേഴ്സലായി ബെയറിഷിലേക്ക് വരുന്നു എന്ന് കരുതാം. ഇനി അതല്ല മുകളിലേക്ക് പോയാലോ 24,600 എന്ന റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലേക്ക് പോകും മാർക്കറ്റ് എന്നും പ്രതീക്ഷിക്കാം. നമുക്ക് നേരെ വീക്കിലി ക്യാൻഡിലേക്ക് വന്നു കഴിഞ്ഞാലും ഏറെക്കുറെ കാണുവാൻ സാധിക്കുന്നത് ആ ഒരു ബെയറിഷ് രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു ക്യാൻഡിലായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. കുറേ നാളായിട്ട് ട്രാവൽ ചെയ്തൊരു മാർക്കറ്റ് ആയിരുന്നു, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇനി ചെറിയൊരു കൺസോൾട്ടേഷനിലുള്ള പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാർക്കറ്റിൽ. നമ്മൾ ഈ കൺസോൾട്ടേഷൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ മാർക്കറ്റ് ഇതുപോലെ ഇങ്ങനെ നിന്ന് പോകുമെന്നല്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മാർക്കറ്റിൽ വളരെ വലിയ വോളറ്റിലിറ്റി നിറഞ്ഞ കൺസോൾട്ടേഷൻ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളറ്റിലിറ്റി വളരെ വലുതായിരിക്കും. കാരണം മുകളിലേക്ക് മാർക്കറ്റ് പോകുന്നു, അതേ റേഞ്ചിൽ തന്നെ താഴേക്ക് മാർക്കറ്റ് നീങ്ങുന്നു. നമുക്കറിയാം വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് തന്നെ ഒരു 17 റേഞ്ചിനടുത്തൊക്കെയാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ ആ ഒരു ട്രാവൽ കൂടുതലാണെന്ന് കാണുവാനും സാധിക്കുന്നു. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ നമുക്ക് നേരെ വന്നു കഴിഞ്ഞാൽ നോക്കൂ. ഗ്ലോബൽ മാർക്കറ്റിൽ നേരത്തെ US മാർക്കറ്റ് നെഗറ്റീവിലായിരുന്നു ട്രേഡ് ചെയ്തതെങ്കിൽ ശക്തമായിട്ട് തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. US മാർക്കറ്റൊക്കെ ഒരു 2% അല്ലെങ്കിൽ 3% അടുത്ത ട്രാവൽ നടത്തിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റും നല്ല റെഡിലേക്ക് പോയതായിരുന്നു, പക്ഷേ ശക്തമായി തിരിച്ചു കയറിയതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. നേരെ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഇന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു 200-250 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ആണ്. പക്ഷേ ഗിഫ്റ്റ് നിഫ്റ്റിയെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതേ റേഞ്ച് തന്നെ നമുക്ക് സംഭവിക്കണമെന്നില്ല. കാരണം ഇന്നലത്തെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഒരു 280 പോയിന്റിന്റെ ഗ്യാപ്പ് ഡൗൺ കാണിച്ചത് നമുക്ക് വെറും 40 പോയിന്റ് ഗ്യാപ്പ് ഡൗണേ നമുക്ക് ലഭിച്ചിട്ടുള്ളായിരുന്നു, അല്ലേ? അപ്പോൾ ഒരിക്കലും നമുക്കിതിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഏറെക്കുറെ ഇന്ന് ഒരു 100 പോയിന്റ് 150 പോയിന്റിന്റെയെങ്കിലും ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നിഫ്റ്റിയേക്കാൾ ബെയറിഷ് കാണിച്ചിരുന്നത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. പക്ഷേ ഇവിടെ ഒരു ബാങ്ക് നിഫ്റ്റിയും ഒരു കൺസോൾട്ടേഷൻ വിത്ത് ബെയറിഷിലേക്കാണ്, ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന് പറയാം, ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിഫ്റ്റി ഒരു ബെയറിഷിന്റെ രീതി കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി അതേ റേഞ്ചിൽ തന്നെ നിലനിൽക്കുന്നു. രണ്ടും കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. ഏത് സൈഡിലേക്കാണ് ഇനി ബ്രേക്ക് ചെയ്യുക എന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്.
അപ്പോൾ മാർക്കറ്റിൽ ഇത് ഞാൻ കറക്റ്റായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു, ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ആ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഒരു മിഡിൽ ഏരിയയിൽ തന്നെ നിൽക്കുകയാണ്. ഇനി ഏത് റേഞ്ച് വരെ വരാം, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു 200 മൂവിങ് ആവറേജ് ആയിട്ടുള്ള 48,300 എന്ന ഈ ഒരു റേഞ്ച് വരെ മാർക്കറ്റ് താഴേക്ക് വരാം. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഈ ഒരു ടോപ്പ് തീർച്ചയായിട്ടും അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് ശക്തമായ മൊമെൻറ്റത്തിൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബുള്ളിഷ് മൊമെൻറ്റം കൈ വരുന്നു, അല്ലെങ്കിൽ ബുള്ളിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്നെങ്കിലും നമുക്ക് പറയാൻ സാധിക്കൂ. നിലവിൽ മാർക്കറ്റിൽ ഒരു ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പക്ഷേ എപ്പോഴും പറയുന്നത് പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് എത്തുമ്പോൾ താഴേക്ക് ഒരു ശക്തമായ സെല്ലിംഗ് പ്രഷർ വരുന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കാണുവാൻ സാധിക്കുന്നത്. നമുക്കിനി OA ബിൽഡപ്പിലേക്ക് ഒന്ന് വന്ന് നോക്കാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് OA ബിൽഡപ്പ് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നിഫ്റ്റി എക്സ്പയറി ആയതാണ് അല്ലേ. എക്സ്പയറി ആയ നിഫ്റ്റിയുടെ OA ബിൽഡപ്പ് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ആളുകൾ കൂടുതലും പൊസിഷനുകൾ എടുക്കത്തേ ഉള്ളൂ അടുത്ത ആഴ്ചയിലേക്ക്. തീർച്ചയായിട്ടും ഇപ്പോൾ OA ബിൽഡപ്പിന്റെ കാര്യത്തിൽ വലിയ ഒരു പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് നെക്സ്റ്റ് വീക്കിന്റെ അടുത്തൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ശരിക്കും ഒരു ടൈറ്റ് റേഞ്ച് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ബെയറിഷ് വിത്ത് കൺസോൾട്ടേഷൻ എന്ന അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് PCR ഒക്കെ 0.7 ആണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. ഇവിടെ അറ്റ് ദ മണിയുടെ PCR 1.1 ആണ്. തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ല വോളറ്റിലിറ്റി നിറഞ്ഞ ഒരു ബെയറിഷ് ആയിരിക്കുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ വോളറ്റിലിറ്റി നിറഞ്ഞ ഒരു കൺസോൾട്ടേഷനുള്ള സാധ്യതയാണ് എന്നാണ് PCR നിലവിൽ കാണിക്കുന്നത്. പക്ഷേ കൂടുതൽ നമുക്ക് ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ ട്രേഡൂടെ കഴിഞ്ഞ ശേഷമേ ഇവിടെയുള്ള ഈ ഒരു OA ബിൽഡപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് നേരെ ഇൻഡെക്സ് ഓപ്ഷനിൽ FISന്റെ ഒരു പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നേരെ അവർ കോൾ ബൈ ചെയ്തേക്കുന്ന ഒരു 2 ലാഖിനടുത്താണെന്ന് കാണുവാൻ സാധിക്കും. നോക്കൂ, പുട്ട് അവർ ബൈ ചെയ്തിരിക്കുന്നത്, അതായത് ബെയറിഷ് എന്ന രീതിയിൽ 5 ലക്ഷത്തിന് പുറത്തുണ്ട് എന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ FIS സ്റ്റിൽ ബെയറിഷ് ആണ് മാർക്കറ്റിൽ എന്ന് ഇപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി പ്രോസിന്റെ കണ്ടീഷനിലേക്ക് വന്നാലോ, പ്രോ ഇവിടെ കാള് സെല്ല് ചെയ്തേക്കുന്നത് ഒരു 1.5 ലക്ഷത്തിനടുത്താണെങ്കിൽ, അതായത് അത് ബെയറിഷ് ആണ്. പുട്ട് അത് ബൈ ചെയ്തേക്കുന്നത് ഒരു 1 ലാഖിനടുത്തുണ്ട്, അപ്പോൾ അതും ബെയറിഷ് ആണ്. അപ്പോൾ ക്ലിയർ ബെയറിഷിലേക്ക് നമ്മുടെ മാർക്കറ്റ് നീങ്ങുന്നതായിട്ടൊരു തോന്നൽ ഇവിടെ ആര് നൽകുന്നു, FISും പ്രോസും ഒക്കെ നമുക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്. ക്ലയന്റിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലയന്റ് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റ് നീങ്ങുക എന്ന്. കാൾ അവരിവിടെ സെല്ല് ചെയ്തേക്കുന്നത് 57,000 മാത്രമാണെങ്കിൽ അവർ ഒരു ബുള്ളിഷ് എന്ന രീതിയിൽ പുട്ട് സെല്ല് ചെയ്തേക്കുന്നത് 10 ലാഖിനാണെന്ന് നമുക്കിവിടെ ആലോചിക്കണം. അപ്പോൾ അത്രയും വലിയ രീതിയിലാണ് ഇവിടെ ക്ലയന്റ് മാർക്കറ്റിനെ സമീപിച്ചേക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഏറെക്കുറെ ഒരു ബെയറിഷ്നെസ് ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഡേറ്റാസ് തന്നെയാണ് വരുന്നത്. കാരണം മാർക്കറ്റ് എത്ര ശക്തമായി മുകളിലേക്ക് പോയാലും മുകളിൽ നിന്നൊരു സെല്ലിംഗ് പ്രഷറിനുള്ള സാധ്യത മാർക്കറ്റ് കാണുന്നതായിട്ടാണ് മൊത്തത്തിൽ ഡേറ്റാസും കാണിക്കുന്നത്. നമ്മൾ ഇനി ഫ്യൂച്ചറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലും FISന്റെ ഒരു സ്വഭാവം ഫ്യൂച്ചറിൽ ശരിക്കും അവർ കൂടുതൽ ബെയറിഷിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അവരിൽ നിന്നൊരു പോസിറ്റീവ് രീതി ഫ്യൂച്ചറിൽ കാണുവാനും സാധിക്കുന്നില്ല. DISന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ പ്രോസിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ക്ലയന്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഫ്യൂച്ചറിൽ അവർ ലോങ് അല്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഓടിച്ചിട്ട് പറയുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പുതിയ പൊസിഷനോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇനി ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്യാഷ് മാർക്കറ്റിൽ നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ FIS തുടർച്ചയായിട്ട് നല്ല രീതിയിൽ സെല്ലിങ്ങിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ DIS നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്നലത്തെ ദിവസം DISും അല്പം ബൈങ് കുറച്ചതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതായത് 2,627 കോടിക്ക് FIS സെല്ല് ചെയ്തപ്പോൾ DIS വെറും 577 കോടിക്ക് മാത്രമാണ് ബൈ ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് ഒരുവിധം ചെറുതായിട്ടെങ്കിലും മുകളിലോട്ട് കയറി എന്ന് തോന്നൽ, അതായത് ഇടയ്ക്കുള്ള കാര്യം പറഞ്ഞത് മാർക്കറ്റ് ക്ലിയർ ബെയറിഷ് ആയിരുന്നു. ഒരു ചെറിയ കയറാനുള്ള ശ്രമം അല്ലെങ്കിൽ ശക്തമായ വീഴ്ചയിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിനെ ഒരുവിധം പിടിച്ചു നിർത്തിയത് സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്കിലും പലപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നു DIS ആയിരുന്നു. DISന്റെ ആ ഒരു ബൈയിങ് പ്രകടനം ഇവിടെ അല്പം കുറയുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതോ FIS ആണെങ്കിൽ പൂർവാധികം ഭംഗിയോടെ തന്നെ അവർ നല്ല രീതിയിൽ സെല്ല് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ആ ഒരു ബെയറിഷ് നിൽക്കുന്നു എന്ന് പറയാൻ കാരണം കൂടുതലും FISന്റെ ഈ ഒരു സെല്ലിംഗ് മോഡ് തന്നെയാണ്. ഇനി ഇവന്റ്സിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്നത് ആഗസ്റ്റ് 12 വരാൻ പോകുന്ന ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ റേറ്റ് ആണ്. അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ ആഗസ്റ്റ് 14 US-ന്റെ ഇൻഫ്ലേഷൻ വരാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. എല്ലാ ഇവന്റുകളും നമുക്ക് വാരിക്കോരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം പ്രധാനപ്പെട്ട ഇവന്റുകളെ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ നോക്കാം, അതുപോലെ തന്നെ US-ന്റെ ഇൻഫ്ലേഷൻ നമുക്ക് വാച്ച് ചെയ്യാവുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പ്രത്യേകിച്ച് പുതുതായിട്ടുള്ള കാര്യങ്ങളൊന്നും മാർക്കറ്റിൽ സംഭവിച്ചിട്ടുമില്ല. പിന്നെ ശക്തമായിട്ടുള്ള ഒരു ബെയറിഷിലോട്ട് വന്ന മാർക്കറ്റിനെ അല്പം ഒന്ന് തടഞ്ഞു നിർത്താൻ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.